ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന BCOE 143 എന്ന പേപ്പറാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നൊരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ജൂൺ 2022 നോക്കാം ഏതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നതെന്ന്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഡിസ്കസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ. സോ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി പഠിച്ച് എന്തായാലും എക്സാമിന് മുമ്പ് പഠിച്ചു പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതുപോലെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇഷ്യൂ ഷെയർ ഓഫ് 100 ഈച്ച്. ഓക്കെ, 100 രൂപ വില വരുന്ന ഒരു ഷെയർ ആണ്. 90 രൂപ വരെയും അത് പേ ചെയ്തിട്ടുണ്ട്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 10% പേ ചെയ്യാമെന്നാണ്. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 9% ആണ്. അങ്ങനെയെങ്കിൽ ആ ഡിവിഡൻഡിൻ്റെ വാല്യൂ എന്താണ്, ആ ഷെയറിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്തായാലും ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെക്കുക. പ്രാക്ടിക്കലാണ്, സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ, ലീസ് ഫിനാൻസിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്. ഓക്കെ, ടെസ്റ്റിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആ ക്വസ്റ്റ്യൻ എവിടെ കിടക്കേണ്ടതെന്നേക്കാം. അതുപോലെ അതിൻ്റെ ടൈപ്സും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ലാസ്റ്റ് ഒരു സമ്മറിയിലോട്ട് എത്താം ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ആദ്യം നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്ന് നോക്കുക. ഇനി മൂന്നാമതായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുപോലെ നെറ്റ് ഇൻകം അപ്രോച്ച് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. അതുപോലെ ബി ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ, എക്സ്പ്ലെയിൻ എ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചർ. എന്തൊക്കെ ടൈപ്പ് ഡിബഞ്ചേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, വീണ്ടും ഒരു പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് റെസിജ്വൽ തിയറി ഓഫ് ഡിവിഡൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർ, അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, ബൈബാക്ക് ഓഫ് ഷെയറിൻ്റെ എഫക്റ്റ് എന്താണ്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം റിവൈസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണുള്ളത്, എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ പ്രോബ്ലത്തിനേക്കാളും കൂടുതൽ തിയറീസ് ആണ് ഇതുവരെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ നോക്കിയാൽ ഒരു 2 ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ തിയറി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദി വേരിയസ് മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. Describe the different techniques for control for receivables. Explain the factors influencing inventory management. What is forfeiting? ഓക്കെ, പിന്നെന്താ ഇവിടെ കുറച്ച് ക്രെഡിറ്റ് പോളിസി, സർട്ടേൺ ഇക്വൽ മെത്തേഡ്, വെൻഡർ ക്യാപിറ്റൽ, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് എന്താണ് 20 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എത്ര അറ്റൻഡ് ചെയ്യണം, ആൻസർ എനി 5 ക്വസ്റ്റ്യൻ. ഓക്കെ, മൊത്തം 9 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ എന്താ വെറും 5 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതായത് എയും ബി എല്ലാം അറിയണത്. ഇവിടെ നമ്പർ തന്നേക്കുന്നുണ്ട് 1 തുടങ്ങി 9 വരെ ക്വസ്റ്റ്യൻസ് തന്നേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താ 4 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. വെറും 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്താൽ മതി. സുഖമായിട്ട് തന്നെ പാസ്സാകാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. തിയറി നോളജ് പക്ഷെ അത്യാവശ്യം വേണം. ഇനി എന്താ, ഡിസംബർ 2022 പേപ്പറിലോട്ടോ വേണമെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജറിന്റെ റോൾസ് എന്താണ്, കഴിഞ്ഞ വട്ടം അത് ചോദിച്ചിട്ടുണ്ടായില്ല, ഈ വട്ടം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക്കും റിട്ടേണിന്റെ കൺസെപ്റ്റ് എന്താണ്. ഓക്കെ, പ്രൈസിങ് തിയറി ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പേ ബാക്ക് പീരീഡ് പ്രോബ്ലം വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ അപ്പോൾ വീണ്ടും ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ കഴിഞ്ഞ 2 എക്സാമിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ഡിവിഡൻഡ്. ഡിവിഡൻഡിൽ നിന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അത് നിങ്ങൾ നോക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഡിവിഡൻഡിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കാം. പിന്നെ പ്രിഫറൻസ് ഷെയറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞ ടോപ്പിക് ചെയ്യുന്നുണ്ട്. കമ്പൈൻഡ് ലിവറേജ് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണത് എന്നൊക്കെ എഴുതണം. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. EBIT EPS കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് മാനേജ്മെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, പിന്നെന്താ ജസ്റ്റ് ഇൻ ടൈം, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ഫാക്ടറിങ് ഒക്കെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ ആ പാഠം നമ്മൾ ജസ്റ്റ് നോക്കി. ഇനി
ഇനി ജൂൺ 2023 ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? എന്താണ് അതിന്റെ സ്കോപ്പ് അല്ലെ? ഇനി എന്താണ് ഒരു ഫിനാൻഷ്യൽ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി? അപ്പൊ എഗെയിൻ നേരത്തെ എന്താ റോള് ചോദിച്ചപ്പോൾ റെസ്പോൺസിബിലിറ്റി ആണ് ഫിനാൻഷ്യൽ മാനേജറിന്റെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക്, എന്തൊക്കെ ടൈപ്പ് റിസ്ക് ഉണ്ട്? റിസ്ക് ഇപ്പൊ കുറേ വട്ടമായിട്ട് ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ CAPM ആൻഡ് APT, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പോകാൻ ശ്രദ്ധിക്കുക. പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാം. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഓക്കെ, കോമ്പോസിറ്റ് ലിവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അക്യുറേറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, അപ്രോച്ച്, മോഡ്ലിയർ അപ്രോച്ചിലെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, ഡിബഞ്ചർ ചോദിച്ചേക്കുന്നു, ക്യാഷ് മാനേജ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയത്. ലാസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇതേതാ? ഇത് ഡിസംബർ 2023 ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ചോദിച്ചാൽ എന്താ? വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതിനെ തുടർന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി റിസ്കിനെ പറ്റി ഡിഫറെൻറ്റ് ടെക്നിക്സ് ടു മെഷർ റിസ്ക്. ഓക്കെ, പേ ബാക്ക് പീരീഡ് കാര്യങ്ങളുണ്ട്. ലിവറേജ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ? ലിവറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, അത് മനസ്സിലാക്കുക. വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നും ഡിവിഡൻഡിൽ നിന്നും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ക്യാഷ് ബഡ്ജറ്റിന്റെ മെത്തേഡ്സ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, വേഗം വേഗം പോയത് ലാസ്റ്റത്തേക്ക് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ജൂൺ 2024 നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ റിസ്ക് ആൻഡ് റിട്ടേൺ ചോദിച്ചിരുന്നത്. ടൈം വാല്യൂ ഓഫ് മണി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത് അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ്, ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ അഗെയിൻ റിപ്പീറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? അതിൻ്റെ എക്സാമ്പിൾസ്. ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും നെറ്റ് ഇൻകം അപ്രോച്ചും ആണ് ചോദിച്ചിരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ റിലേറ്റഡ് ആണ്. ക്യാഷ് മാനേജ്മെന്റിലോട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. ബൗമൽസ് മോഡൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറയുന്നു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ അല്ലേ? MM11. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താ നോക്കിയാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതിൻ്റെ ഡ്രൈവ് ലിങ്ക് അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്ക്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് അനാലിസിസ് ചെയ്ത് ഇത് വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, ഇപ്പം നമ്മൾ എവിടം വരെ നോക്കി? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവണമല്ലോ അല്ലേ? ജൂൺ 2024 ഡിസംബർ 2024 ക്വസ്റ്റ്യനും കൂടി നമുക്ക് കിട്ടും. അതും കൂടി ഒന്ന് അനാലിസിസ് ചെയ്യണം അവസാനമായിട്ട്. ഓക്കെ, അപ്പോൾ ഡിസംബർ 2024 അല്ലേ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് പേപ്പറാണ്. ഇവിടെ ചോദിച്ചത് എന്താ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് മോർ ദാൻ എ ആർട്ട് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനോട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല അല്ലേ? ഇതിനു മുമ്പ് നമുക്ക് വന്നിട്ടില്ല. ഇതുവരെ നോക്കിയാൽ കണ്ടതായിട്ട് ഓർക്കണം. മെഷർ റിസ്കിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻ വന്നതാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിച്ചതായിരുന്നു, ശരിയല്ലേ? ഐ തിങ്ക് ഡിസംബർ 2022 അഥവാ ജൂൺ 2022 എന്താണ് ചോദിച്ചേക്കുന്നത്. പേ ബാക്ക് പീരീഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പേ ബാക്ക് പീരീഡ് എന്തായാലും ചെയ്യാൻ പഠിച്ചിട്ട് വേണം പോകാൻ. ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ട്. ഇനി കൺസെപ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ. ഓക്കെ, വാൾട്ടേഴ്സ് ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡലാണ് ചോദിക്കുന്നത്. വാൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡൽ എങ്ങനെയാണ്? വാൾട്ടേഴ്സ് ഡിവിഡൻഡ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ? ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇതെന്താ സാധാരണ. ഇനി എന്താ? ഡിഫൈൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഇതാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. ഇവിടെ നോക്കി CAPM EOQയും കൂടി നമ്മുടെ അടുത്ത് എന്നിട്ടാ നോട്ട് കൊടുക്കാനാണ് പറയുന്നത്. 20 മാർക്ക് വെറുതെ ആയിട്ടാണ്. EOQ ഒക്കെ നമുക്ക് അറിയൂടെ, വായിച്ചിട്ട് ജസ്റ്റ് എങ്കിലും വായിച്ചിട്ടെങ്കിലും പോയി മാക്സിമം പുഷ് ചെയ്ത് എഴുതാൻ നോക്കുക. അപ്പോൾ ഇതുവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലായ കാര്യം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ തിയറി ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് 20 മാർക്സിന് അഥവാ 10 മാർക്സിന് ഉറപ്പാണ്. ഇനി നോക്കിയാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൽ നിന്ന് നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് തിയറിയാണ് അതിൽ നിന്ന് ചോദിച്ച് കണ്ടത് ഇതുവരെ. ഓക്കെ, ഇനി ഡിബഞ്ചേഴ്സിൻ്റെ ഏരിയ, അതുപോലെ ഷെയർ ഏരിയ, പ്രിഫറൻസ് ഷെയർ, അങ്ങനത്തെ കാര്യങ്ങളോ. ഇനി ബോണസ്. ഓക്കെ, അതുപോലെ എന്താ ബൈബാക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അല്ലേ? ഇതൊക്കെ നോക്കണം. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ പ്രോബ്ലം ചെയ്യാൻ അതിൻ്റെ തിയറി. ഓക്കെ, അത് പഠിക്കുക. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തിയറി പഠിക്കുക.
അതുപോലെ ഇവിടെ CAPM EOQ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചർ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നത്, ആ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കണം. പിന്നെന്താണെന്ന് ലിവറേജ് എന്ന പാഠത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. ഇതുവരെ റിപ്പീറ്റ് ചെയ്യുന്ന വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആൻസറും കാര്യങ്ങളും നോക്കുന്നില്ല, എല്ലാം ടെസ്റ്റിൽ ഡയറക്റ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൻസർ ഇതിൽ കാണിക്കാത്തത്. പിന്നെ ഭയങ്കരമായിട്ട് ലോങ് ആണ്. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിൽ റിപ്പീറ്റിംഗ് ഏതാണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര ഇവിടെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 10 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? 5 ക്വസ്റ്റ്യൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്ക് 100 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ? 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തുകൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചു 20 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി പിന്നെ റിസ്ക് എന്ന് പറയുന്ന ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതൊന്ന് നോക്കുക. ക്യാപിറ്റൽ ബഡ്ജറ്റിൽ നോക്കാൻ പറഞ്ഞു, അത് നോക്കി. പിന്നെ അതിൻ്റെ ഒപ്പം എന്താ പേ ബാക്ക് പീരീഡ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യേണ്ടത് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി? ക്യാഷ് ഫ്ലോനെ ക്യുമുലേറ്റ് ചെയ്യുക. ക്യാഷ് ഫ്ലോ ആദ്യം യൂണിഫോം ആണോ നോക്കുക. യൂണിഫോം ആണെങ്കിൽ എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്? നെറ്റ് ആനുവൽ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ നമ്മുടെ പേ ബാക്ക് പീരീഡ് യൂണിഫോം ആണ്. അതായത് പേ ബാക്ക് പീരീഡ് അല്ല, ക്യാഷ് ഫ്ലോ യൂണിഫോം ആണ്. ക്യാഷ് ഫ്ലോ എല്ലാ വട്ടവും നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ആനുവൽ ക്യാഷ് ഫ്ലോ എന്ന് പറയാം. പക്ഷേ ഈ കേസിൽ എന്താ, നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ്. അതായത് ഡിഫറെൻ്റ് ആണ് എല്ലാ വർഷവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ ക്യാഷ് ഫ്ലോനെ നമ്മൾ ഓരോ വർഷവും ക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് E+B/C എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക അല്ലേ? അതിന് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിങ് ആണ്. അതിനുള്ള ടൈമേ ഉള്ളൂ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇത് അടുത്തൊരു എന്താണ് ക്വസ്റ്റ്യൻ? ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് ചോദിക്കുന്നത്. ഗോർഡൻസ് മോഡൽ പ്രകാരമാണ് ചെയ്യേണ്ടത് അല്ലേ? ഗോർഡൻ T1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 പ്ലസ് ഗ്രോത്ത് എന്ന് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം അല്ലേ? പിന്നെ ഇവിടെ ചോദിക്കാം എന്താ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പം തന്നെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടെ ലിവറേജിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. ഇപ്പം തന്നെ 3 ക്വസ്റ്റ്യൻ ആയി. വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഡയറക്റ്റ്ലി 20 മാർക്കിന് ചോദിച്ചേക്കാണ് അല്ലേ? അപ്പം എത്രയായി? 4 ക്വസ്റ്റ്യൻ ആയില്ലേ? ഓക്കെ, ലാസ്റ്റത്തെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. EOQ ഒക്കെ നിങ്ങൾക്കൊന്ന് വായിച്ചു പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്, മനസ്സിലായെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടി അനാലിസ് ചെയ്യുക. അതിൻ്റെ ആൻസർ ഒന്ന് തപ്പിയാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ഫൈൻഡ് ചെയ്തെടുക്കാം.